റഷ്യയിലെ യുദ്ധമേഖലയിലേക്ക് അനധികൃതമായി നിരവധി പേരെയാണ് സംസ്ഥാനത്ത് നിന്നും കൊണ്ടുപോകുന്നത്. തൊഴിൽ തട്ടിപ്പിന് വിധേയരായിട്ടാണ് നിരവധി ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഇത്തരം അനധികൃത റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്നതാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. വിവിധ ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് പേരാണ് ഇങ്ങനെ തട്ടിപ്പിനിരയായത്. വിദേശത്ത് ഉയർന്ന ശമ്പളത്തിൽ ജോലി നൽകാമെന്ന റിക്രൂട്ടിംഗ് ഏജൻസികളുടെ വാഗ്ദാനങ്ങളിൽ വീണുപോകുന്നവരാണ് ഇങ്ങനെ തട്ടിപ്പിനിരയാവുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരെ കൂട്ടത്തോടെ അവിടെ നിന്നും ഏജൻസികൾ റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിൽ തകർന്ന മേഖലകളിൽ പുനർനിർമ്മാണ ജോലികൾക്കെന്ന പേരിലാണ് ഈ തൊഴിൽ തട്ടിപ്പ് നടക്കുന്നത്. പിന്നീട് ഇവരെ യുദ്ധമേഖലയിലേക്ക് പറഞ്ഞുവിടുകയാണ് ചെയ്യുന്നത്. തൊഴിൽ തട്ടിപ്പിന്റെ കൂടുതൽ കഥകൾ ഇന്നും ന്യൂസ് 18 പുറത്തുവിടുകയാണ്. കഴിഞ്ഞ ദിവസം തുടർച്ചയായി തിരുവനന്തപുരം സ്വദേശി പ്രിൻസിന്റെ കൂടുതൽ ശബ്ദ സന്ദേശമാണ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇന്ത്യൻ എംബസിയുടെ കാര്യക്ഷമതയില്ലായ്മയെക്കുറിച്ചാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. പ്രിൻസിനെ ഫോണിൽ ബന്ധപ്പെട്ട എംബസി ഉദ്യോഗസ്ഥർ തട്ടിപ്പിനിരയായ വിവരം മോസ്കോ പോലീസിന് പരാതിയായി എഴുതി നൽകാനാണ് നിർദ്ദേശം നൽകിയത്. ട്രാവൽ പേപ്പർ അനുവദിച്ചാൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താൻ ആകുമെന്നിരിക്കെയാണ് എംബസി അധികൃതരുടെ ഈ നടപടി. ₹1 പോലും കൈവശമില്ലെന്നും കൂടുതൽ ഇന്ത്യൻ പൗരന്മാർ യുദ്ധമുഖത്ത് അകപ്പെട്ടിട്ടുണ്ടെന്നും ഈ ശബ്ദ സന്ദേശത്തിൽ പ്രിൻസ് പറയുന്നുണ്ട്. ജീവൻ അപകടത്തിലായതിനാൽ ഏജൻസിമാർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അവർക്ക് അറിയാം യുദ്ധമുണ്ടെന്ന് അവർക്ക് അറിയാം. റഷ്യയിലെ ഏജന്റ് എന്ന് വെച്ചാൽ അങ്ങേര് 30 വർഷമായിട്ട് ഇവിടെ തന്നെ വളരെ മലയാളിയാണ്. അവർക്ക് അറിയാം. അവർ അതുപോലെ നേപ്പാളീസിനെയും ഇന്ത്യൻസിനെയും വേറെ കുറേ വിടുന്ന ആൾക്കാരാണ്. അങ്ങനെയൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. എല്ലാം അറിഞ്ഞുകൊണ്ട് അല്ല, അവർക്കും പറ്റിക്കപ്പെട്ടതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അവിടുത്തെ അവസ്ഥത്തെ ഫോട്ടോ അയക്കാൻ പറ്റത്തില്ല. അത് ഫോൺ യൂസ് ചെയ്തത് ഒളിച്ചൊക്കെയാണ്. അപ്പോൾ ഇവർക്ക് എംബസിയിൽ നിന്ന് ഒരു പേപ്പർ, മോസ്കോ ഇന്ത്യൻ എംബസിയിൽ ഒരു പേപ്പർ മാത്രം, ട്രാവൽ പേപ്പർ തന്നാൽ മാത്രം മതി ഇന്ത്യയിലോട്ട് പോകാൻ വേണ്ടി. എനിക്ക് എത്രയും നേപ്പാളീസ് ഇങ്ങനെ കുടുങ്ങിക്കിടന്നു. അവർ ഡയറക്റ്റ് എംബസിയിൽ നിന്ന് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അവരുടെ എംബസിയൊക്കെ സഹായിക്കുന്നുണ്ട് നേപ്പാളീസിന്. അവരൊക്കെ ഇപ്പോഴും വീട്ടിൽ ഇരിക്കുന്നുണ്ട് നേപ്പാളീസ്, കുറേ നേപ്പാളീസ്. ബംഗ്ലാദേശിലുള്ള അവരൊക്കെ എംബസി ഇടപെട്ട് സൂപ്പറായിട്ട് പോയി. പക്ഷേ ഇന്ത്യൻ എംബസി ആണെന്ന് എന്തിങ്ങനെ എനിക്കറിയില്ല. എംബസി വിചാരിച്ചാൽ എത്രയും പെട്ടെന്ന് നാട്ടിൽ കയറ്റാന്നേ ഉള്ളൂ. എന്താണെന്നറിയില്ല. നമുക്ക് അവർ പറയുന്ന കണക്ക് ഇതേപോലെ പ്രൂഫൊക്കെ കൊണ്ടുവരാൻ നമുക്ക് എന്തിനാൻ പറ്റും. എനിക്ക് ഏകദേശം പരുക്ക് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കേൾവി കുറവ്, വെടിയേറ്റതിന് ശേഷം എനിക്ക് കേൾവി കുറവ് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിപ്പാണെങ്കിൽ ₹1 ഇല്ല. ഇവിടുത്തെ വൈഫൈ യൂസ് ചെയ്താണ് കഴിഞ്ഞു പോകണം. എംബസി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മലയാളിയാണ് വിളിച്ചിട്ടത്. പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ ഞാൻ ഇമെയിലിൽ കംപ്ലയിൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിലിങ്ങോട്ട് റിപ്ലൈ വന്നായിരുന്നു. അവർ പറഞ്ഞു, പക്ഷേ എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ലല്ലോ, അപ്പോൾ ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് പേപ്പർ, പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഇംഗ്ലീഷ് പേപ്പർ, പിന്നെ 3 ഫോട്ടോ, ഇതൊക്കെ ഞാൻ എങ്ങനെ ഒപ്പിക്കാൻ ചേട്ടാ? എൻ്റെ ₹1 കയ്യിലില്ല. ഞാൻ എങ്ങനെ ഒപ്പിക്കാൻ ഇതൊക്കെ? ഞാൻ വെച്ചാൽ ഇപ്പോൾ ഈ അപകടം നടന്നില്ലേ, ഇപ്പോൾ ഈ മോസ്കോയിൽ ടെററിസ്റ്റ്, അതിനിത് വെച്ച് ഇവിടെ അത്രയും ചെക്കിങ് ആണ്. ഞാൻ പുറത്തിറങ്ങിയാൽ ഉറപ്പായിട്ട് പോലീസ് പിടിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ എന്തൊരു ചെയ്യാൻ വേണ്ടി? ഇവർക്ക് കണക്ക് ഒരു ട്രാവൽ പേപ്പർ എംബസിയിൽ നിന്ന് തന്നാൽ മാത്രം മതി. എനിക്ക് പാസ്പോർട്ട് ആവശ്യമില്ല. ഈ ട്രാവൽ പേപ്പർ, ഇവിടെ നിന്ന് ഇന്ത്യയിലോട്ട് പോകുന്ന ട്രാവൽ പേപ്പർ മാത്രം കിട്ടിയാൽ മതി. ഞാൻ അവിടത്തെ എന്ന് വെച്ചാൽ അവിടുത്തെ ടിനുവിൻ്റെ അവസ്ഥ ഇപ്പം ടിനു വിളിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അവൻ്റെ കാര്യം അറിയില്ല. വിനീത് വിളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, വിളിക്കാൻ പറ്റത്തില്ല, മെസ്സേജ് അയക്കുന്നുണ്ട്. സിറ്റുവേഷൻ ചേട്ടാ എന്ന് വെച്ചാൽ രണ്ടുപേരുടെ സിറ്റുവേഷൻ ഒട്ടും മോശമാണ്. ഞാൻ ഇവിടെ സിറ്റിയിലാണെങ്കിലും പറയാം. എന്ന് വെച്ചാൽ അവർ വേറെ ഏരിയയിൽ നിൽക്കുകയാണ്. അത് എപ്പോഴാണെങ്കിൽ എന്ത് നടക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്തൊരു നടപടി എടുത്ത് ഇവരത് സേഫ് ആക്കണമല്ലോ ആദ്യം. എന്ന് വെച്ചാൽ ഇത്ര ആൾക്കാരെ അവർ സേഫായിട്ട് മാറ്റണം. ഈ വിനീതും ടിനുവില്ലാതെ വേറെ ഇന്ത്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇവർ രണ്ടുപേർ മാത്രമൊന്നുമില്ല. ഇപ്പോൾ മലയാളമായിട്ട് നമ്മൾ 3 പേരുള്ളൂ. ഇപ്പോൾ വേറെ ആരൊക്കെ ഒരു പയ്യൻ ഉണ്ടെന്ന് പറയണം, അതാരെന്നറിയില്ല. അപ്പോൾ ഇവരെ സേഫായിട്ടൊരു സ്ഥലത്തോട്ട് മാറ്റിയിട്ട് നിങ്ങൾ നാട്ടിൽ എപ്പോഴാണ് കയറ്റി വിട്ടോ? ഈ യുദ്ധ സ്ഥലത്ത് നിന്ന് മാറ്റി നിങ്ങൾ ഇവരെല്ലാവരും മാറ്റി ഒരു സ്ഥലത്തോട്ട് മാറ്റി നിർത്തിയിട്ട്, സേഫായിട്ടൊരു സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് നാട്ടിൽ നിങ്ങൾ എപ്പോഴോ 1 മാസം 2 മാസം കഴിഞ്ഞ് നാട്ടിൽ കയറ്റി വിട്ടോ? സേഫ് ആക്കണമല്ലോ. ഇവർക്കിപ്പോൾ എന്നെ സഹായം ചെയ്യണമെങ്കിൽ ഇവർക്കൊരു എംബസി എനിക്കൊരു പേപ്പർ തന്നാൽ ഞാൻ ഇപ്പോൾ സേഫായിട്ടുണ്ട്. എനിക്ക് ആകെയുള്ളപ്പോൾ 12-11 ദിവസം. അതിനൊക്കെ എന്നെ വീണ്ടും കൊണ്ടുപോയാൽ ഇവരെന്തൊരു ചെയ്യും? യെസ്, പ്രിൻസിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. ഇന്നലെയും പ്രിൻസ് അകപ്പെട്ടിരിക്കുന്ന ദുരന്ത മുഖത്തിന്റെ അവസ്ഥ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അങ്ങേയറ്റം ക്ലേശകരമായ സാഹചര്യത്തിലാണ്. മാത്രമല്ല, ഇതൊരു അസാധാരണ പ്രതിസന്ധിയാണ്. റഷ്യൻ ഉക്രൈൻ യുദ്ധമേഖലയിലെ
സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിലാണ് അനധികൃത റിക്രൂട്ടിംഗ് നടക്കുന്നത്. ഇത് പലപ്പോഴും ഏജൻസികൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് നടത്തുന്നു എന്നതാണ് ഇതിൻ്റെ വ്യാപ്തി വലുതാക്കുന്നത്. വലിയ ജോലികൾ, വിദേശത്ത് ഉയർന്ന ശമ്പളത്തിൽ വലിയ ജോലികൾ സ്വപ്നം കാണുന്ന യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ഈ നീക്കത്തിൽ മലയാളികളടക്കം നിരവധി പേർ ഇപ്പോഴും റഷ്യ ഉക്രൈൻ അതിർത്തി മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പരാതിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എംബസിയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടാകുന്നു, ഉദ്യോഗസ്ഥർ വേണ്ട വിധത്തിൽ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയില്ല എന്നാണ് പ്രിൻസ് അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ തന്നെയാണ് ഇന്നലെ പ്രേക്ഷകരെ ഈ കാര്യങ്ങൾ അറിയിച്ചത്. പ്രിൻസ് വീണ്ടും അവിടുത്തെ ആശങ്കകൾ പങ്കുവയ്ക്കുകയാണ്. ഒപ്പം പ്രിൻസ് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, താൻ നഗരത്തിലാണ്, കൂടെയുള്ള മറ്റുള്ളവർ യുദ്ധമുഖത്താണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആരൊക്കെയാണ്? ഒപ്പം ഈ തൊഴിൽ തട്ടിപ്പിന്റെ വ്യാപ്തി അങ്ങേയറ്റം വലുതാണ് എന്ന് കൂടിയല്ലേ വ്യക്തമാക്കപ്പെടുന്നത്? ഡാൻ. സജിത്ത്, ഇന്ത്യൻ പൗരന്മാർക്ക് പുറമെ നേപ്പാളിൽ നിന്നുള്ള പൗരന്മാരും സമാനമായ തരത്തിൽ ഈ തൊഴിൽ തട്ടിപ്പിന് ഇരയായിരുന്നു. അവരും സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിൽ റഷ്യയിൽ എത്തിയതായിരുന്നു. അവരെ യുദ്ധമുഖത്തെത്തിച്ച് ഇത്തരത്തിൽ കെണിയിൽപ്പെട്ടു എന്ന കാര്യം അറിഞ്ഞ ഉടൻ തന്നെ അവരുടെ എംബസികൾ ഇടപെട്ട് ട്രാവൽ പേപ്പറുകൾ അനുവദിച്ച് നേപ്പാളി പൗരന്മാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള അവസരമൊരുങ്ങി. അതുതന്നെയാണ് ഇപ്പോൾ പ്രിൻസ് പ്രധാനപ്പെട്ട ആശങ്കയായി നമ്മളോട് ഇന്ന് പുലർച്ചെ പങ്കുവെച്ചത്. അദ്ദേഹം പറയുന്നത് ഈ പാസ്പോർട്ട് വിസ ഇതൊന്നും കൈവശം കിട്ടത്തില്ല, ഇപ്പോൾ അതെല്ലാം റഷ്യൻ സൈന്യത്തിൻ്റെ കൈവശമാണ്. അതുകൊണ്ട് എംബസി ആവശ്യപ്പെടുന്ന പ്രകാരം അതൊന്നും ഹാജരാക്കാൻ ഒരിക്കലും കഴിയുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. എങ്ങാനും പുറത്തേക്കിറങ്ങിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അതിനിടയിലാണ് എംബസിയിൽ നിന്ന് വിളിച്ച ഉദ്യോഗസ്ഥർ തന്നെ ഈ കാര്യങ്ങൾ മോസ്കോ പോലീസിന് കബളിപ്പിക്കപ്പെട്ട കാര്യം പരാതിയായി എഴുതി നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് പ്രിൻസ് പറയുന്നത്. പക്ഷേ അത്തരമൊരു നീക്കത്തിന് വേണ്ടി പുറത്തേക്കിറങ്ങിയാൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ തുടരുകയാണ് പ്രിൻസ്. ഇനി 30 ദിവസത്തെ അവധിയായിരുന്നു അനുവദിച്ച, അതിൽ 20 ദിവസം പൂർത്തിയാകുന്നു. ഇനി ഏതാണ്ട് 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ 10 ദിവസത്തിനകത്ത് പ്രിൻസിനെ അവിടെ നിന്ന് തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വീണ്ടും യുദ്ധമുഖത്തേക്ക് തന്നെ പ്രിൻസിനെ അവർ കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടാകും. പിന്നീട് ഈ വിനീതിനും ടിനുവിനും സംഭവിച്ച പോലെ ഇപ്പോൾ എവിടെയാണ് എന്ന കാര്യത്തിലടക്കം അവ്യക്തത തുടരുകയാണ്. ഇന്നലെ നമുക്ക് ലഭ്യമായ ഒടുവിലത്തെ വിവരം അനുസരിച്ച് ലിസ്റ്റുചെൻസിൽ, ഉക്രൈൻ അതിർത്തിയായ ലിസ്റ്റുചെൻസിലാണ് വിനീത് ഉള്ളത് എന്ന ശബ്ദ സന്ദേശമാണ് ഇന്നലെ നമുക്ക് ലഭിച്ചത്. അവിടെ നിന്ന് അവർ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ അടക്കം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിരുന്നു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ എംബസിയുടെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ, ഈ ട്രാവൽ പേപ്പർ അനുവദിക്കുന്ന സാഹചര്യം പ്രിൻസിന് ഉണ്ടായില്ല എങ്കിൽ പ്രിൻസ് വീണ്ടും യുദ്ധമുഖത്തേക്ക് തിരികെ പോകേണ്ട ഒരു സ്ഥിതിയാണ് സംജാതമാകുന്നത്. അതിനു മുമ്പ് തന്നെ കൃത്യമായ ഇടപെടൽ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന്, മോസ്കോയിലെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ 3 മലയാളികൾക്ക് പുറമെ നിരവധി ഇന്ത്യൻ പൗരന്മാർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന് തന്നെയാണ് പ്രിൻസിന്റെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടിനുവിനെ കുറിച്ച് യാതൊരു വിവരവും, അഞ്ചുതങ്ങ സ്വദേശിയായ ടിനുവിനെ കുറിച്ച് യാതൊരു വിവരവും പ്രിൻസിനോ വിനീതിനോ ഇല്ല. നമ്മൾ ആ രണ്ടുപേരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. ലിസ്റ്റുചെൻസിൽ ടിനു ഉണ്ട്, ഏതോ ഒരു ക്യാമ്പിലാണ് എന്ന സൂചന മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് അവരുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഈ 3 പേരെയും 3 ക്യാമ്പുകളിൽ, 3 വ്യത്യസ്ത സ്ഥലങ്ങളിലെ ക്യാമ്പുകളിൽ യുദ്ധമുഖത്ത് ഈ യുക്രൈനെതിരെ പോരാടുന്നതിന് വേണ്ടി നിയോഗിക്കുന്ന സാഹചര്യമായിരുന്നു നേരത്തെ ഉണ്ടായത്. അതിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെടിവെപ്പിൽ പരിക്കേറ്റത് പ്രിൻസിനായിരുന്നു. പ്രിൻസ് ആരോഗ്യനില വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. കേൾവിക്കുറവുണ്ട്, ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ കൂടി അലട്ടുന്നുണ്ട്. പക്ഷേ ഈ എംബസിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഇവിടേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് എംബസി ഇങ്ങനെയൊരു നടപടി സ്വീകരിക്കുന്നത്, പിടിവാശി തുടരുന്നത് എന്ന കാര്യത്തിലാണ് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നത്. സജിത്ത്, ഈ വിഷയത്തിൽ നേരത്തെ വി മുരളീധരൻ കേന്ദ്രമന്ത്രി ആ കുടുംബത്തിലെത്തി ചില ഉറപ്പുകൾ കൈമാറി മക്കളെ നാട്ടിലെത്തിക്കും എന്ന കാര്യമൊക്കെ പങ്കുവച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് വേണ്ടത് മനസ്സിലാക്കാൻ. ഒപ്പം ഇത് ഏതെങ്കിലും ഒരു പ്രിൻസിന്റെയോ ടിനുവിന്റെയോ വിഷയത്തിന് അപ്പുറത്തേക്ക് ഇത് വളരെ വ്യാപ്തിയുള്ള നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായി കൂടി ഇത് മാറുന്നു എന്നാണ് വേണം മനസ്സിലാക്കാൻ, അല്ലേ ഡാൻ? തീർച്ചയായിട്ടും സജിത്ത്, ഇത് കേവലം 5 തെങ്ങിലെ 3 മലയാളി യുവാക്കളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏതാണ്ട് 140 പേർ സമാനമായ രീതിയിൽ അവിടെ കുടുങ്ങിയിട്ടുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ ഔദ്യോഗിക രേഖകളിൽ, സർക്കാർ രേഖകളിൽ അത് 30 മുതൽ 40 വരെ ആകാമെന്ന് മാത്രമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ, അതുകൊണ്ട് തന്നെയാണ് ഈ പ്രിൻസ് പറയുന്നത് നേപ്പാളി പൗരന്മാർക്ക്, ഈ കെണിയിൽപ്പെട്ട നേപ്പാളി പൗരന്മാർക്ക് തിരികെ വരാൻ അവരുടെ കോൺസുലേറ്റ് സഹായം
ചെയ്തു നൽകിയിട്ടുണ്ട് എന്നും, അതായത് 30 വർഷമായി ഈ റഷ്യയിൽ തന്നെ തുടരുന്ന ഒരു ഏജന്റാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇവരെ ഇവിടെ നിന്ന് അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിലാണ് അവിടേക്ക് എത്തിച്ചത്. പക്ഷേ അയാളുടെ കൃത്യമായ അറിവോടെ തന്നെയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നും പ്രിൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ ഏത് സ്വാധീനം ഉപയോഗിച്ചാണ് ഇവിടെ നിന്ന് ഇത്രയധികം യുവാക്കളെ ഈ രാജ്യത്ത് നിന്ന് ഈ റഷ്യയിലേക്ക് എത്തിച്ചത്, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ്, ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴും ജീവനോടെ വിനീതിനെയും ടിനുവിനെയും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ കൃത്യമായ ഇടപെടൽ ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് വിദേശകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട അനിവാര്യത കൂടിയാണ് ഈ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. സജിത്, യെസ്, എന്തായാലും ഇതിൽ അധികൃതരുടെ വലിയ സജീവ ശ്രദ്ധയുള്ള വിഷയമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിനകം തന്നെ നോർക്ക ഇത് സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഈ റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ മറവിൽ വലിയ രീതിയിലുള്ള തൊഴിൽ തട്ടിപ്പ് നടക്കുന്നു എന്നത് സർക്കാർ ഏജൻസികളുടെ ശ്രദ്ധയിലുണ്ട്. ഇത് കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായി നിരവധി പേരെ റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രത പാലിക്കണമെന്നതാണ് ഇക്കാര്യത്തിൽ നോർക്ക റൂട്ട്സ് പുറത്തിറക്കിയിരിക്കുന്ന നിർദ്ദേശം. പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസും നോർക്ക റൂട്ട്സും ഇക്കാര്യത്തിൽ സജീവമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കാരണം നിരവധി തൊഴിൽ തട്ടിപ്പ് ഏജൻസികൾ മുഖേന തന്നെ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് അവർ ഇക്കാര്യത്തിൽ നൽകുന്നത്. മാത്രമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന മലയാളികൾ അടക്കമുള്ളവരുണ്ട്. അവർക്ക് മുന്നിലേക്ക് റഷ്യയിലെ ഉയർന്ന ജോലി വാഗ്ദാനം, ഉയർന്ന ശമ്പള വാഗ്ദാനം അത് മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ യുദ്ധമേഖലയിൽ തകർന്ന ഇടങ്ങളുടെ പുനർനിർമ്മാണം അതിൻ്റെ ഭാഗമാവാം എന്ന ഓഫറാണ്. സ്വാഭാവികമായി ഈ ഓഫർ വിശ്വസിച്ച് വലിയ പ്രതീക്ഷകളുമായി റഷ്യയിലേക്ക് താൽക്കാലിക വിസയുമായി എത്തപ്പെടുന്നവർ പിന്നീട് യുദ്ധമുഖത്തേക്ക് നിയോഗിക്കപ്പെടുന്നു എന്നതാണ് സാഹചര്യം. അവിടുന്ന് തിരികെ പോരാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അതീവ ക്ലേശകരമായ സാഹചര്യങ്ങളിലൂടെ ഒരു പരിശീലനവുമില്ലാതെ മറ്റൊരു രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലൂടെ മലയാളികൾ അടക്കം കടന്നു പോകുന്നു എന്ന ഞെട്ടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഡാൻ, ഈ വിഷയത്തിൽ ഇന്റലിജൻസ് ഏജൻസികളടക്കം എത്രത്തോളം ആളുകൾ ഇങ്ങനെ തൊഴിൽ തട്ടിപ്പിന് വിധേയരായിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൽ കൂടുതൽ ഗൗരവമുള്ള ഇടപെടൽ ആവശ്യമായി മാറുന്നില്ലേ ഈ വിഷയത്തിൽ? കാരണം ഇത് ഏതെങ്കിലും ഒരു അഞ്ചുതെങ്ങിലെ മലയാളി യുവാക്കളുടെ പ്രശ്നമായി മാത്രമല്ല, അതിനും വ്യാപ്തിയുള്ള ഒരു പ്രശ്നമായി ഇത് മാറുന്നു എന്നാണ് സാഹചര്യം. സജിത്ത്, CBI ആണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഡൽഹിയിൽ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ 5 തെങ്ങിൽ നിന്ന് പ്രിൻസിന് വെടിയേറ്റതിന് പിന്നാലെ പ്രിൻസ് തന്നെയാണ് ഈ കുടുംബാംഗങ്ങൾ ഇങ്ങനെ തട്ടിപ്പിനിരയായി വിവരം അറിയിക്കുന്നത്. തുടർന്ന് വിനീതും ടിനുവും തന്നോടൊപ്പം കബളിപ്പിക്കപ്പെട്ടു. അവർ 3 പേരും ഈ യുദ്ധമുഖത്താണ് എന്ന കാര്യം പ്രിൻസ് പറഞ്ഞാണ് കുടുംബാംഗങ്ങൾ അറിയുന്നത്. തുടർന്ന് അവർ ഈ MP മുഖേന മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ മുഖേന ഈ വിഷയം പരാതിയായി ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. അങ്ങനെയാണ് ഈ CBI ഉദ്യോഗസ്ഥർ 5 തെങ്ങിലെ ഈ കുടുംബാംഗങ്ങളുമായി ഫോണിൽ ബന്ധപ്പെടുന്നത്. അങ്ങനെ അവർ നേരിട്ടെത്തി അടക്കം വിശദമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. തുമ്പ സ്വദേശികളായ 3 പേരാണ് ഇവിടെ നിന്നിങ്ങനെ റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്ന സൂചനകളാണ് അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിരിക്കുന്നത്. അവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം തുടരുന്നുണ്ട്. അതോടൊപ്പമാണ് ഇപ്പോൾ റഷ്യയിലുള്ള മലയാളിയായ ഒരാൾ, അയാളാണ് ഈ യുവാക്കളെ ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നതിന് ചുക്കാൻ പിടിച്ചത്. അയാളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. എന്തായാലും രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 140ഓളം യുവാക്കൾ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ട സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിൽ മോസ്കോയിലെത്തി അവിടെ നിന്ന് 2 ആഴ്ചത്തെ പരിശീലനത്തിന് ശേഷം ഉക്രൈനുമായി നേരിട്ട് യുദ്ധം ചെയ്യുന്ന യുദ്ധമുഖത്തേക്ക് അകപ്പെട്ടു പോയിട്ടുണ്ട് എന്ന അനൗദ്യോഗികമായ സൂചനകളാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന മലയാളി യുവാക്കളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. സൈത്ത്, ഒരു കാര്യം കൂടി, ഈ തൊഴിൽ തട്ടിപ്പ് പല തരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലും മറ്റും പോയി കുടുങ്ങി മറ്റു തൊഴിലെടുക്കേണ്ടി വരുന്നത്, ഒറ്റപ്പെട്ടു പോകുന്നവരുടെ അവസ്ഥകൾ നമ്മൾ പലതരത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു പുതിയ സാഹചര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ പതിവ് രീതിയിൽ ഈ തൊഴിൽ തട്ടിപ്പിന് വിധേയരായി വിദേശത്ത് പോകുന്ന സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്നതല്ലല്ലോ. കാരണം കൂട്ടത്തോടെ റഷ്യയിലെ സാഹചര്യങ്ങൾ നമുക്കറിയാം. അവിടെ അടുത്തിടെ നടന്ന തീവ്രവാദ ആക്രമണം പ്രശ്നങ്ങൾ നമുക്കറിയാം. അതിനുമപ്പുറമാണ് ഈ സംഘർഷ മേഖലയിൽ നിലനിൽക്കുന്ന സാഹചര്യം. ഇങ്ങനെ അതീവ സംഘർഷ സാധ്യതയുള്ള ഇടത്തേക്ക് മലയാളികൾ അടക്കമുള്ളവരെ കൊണ്ടുപോകാൻ ഏജൻസികൾക്ക് എങ്ങനെ സാധിക്കുന്നു? മാത്രമല്ല, ഏജൻസികൾക്ക് ഇങ്ങനെ പ്രവർത്തനം നടത്തുമ്പോൾ ഏജൻസികളെ തടയാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനം ഇവിടെ നടന്നിരുന്നു എന്നത് മുൻകൂട്ടി കാണാനോ അതിൽ ഇടപെടാനോ വൈകിപ്പോയി എന്നൊരു പ്രശ്നം കൂടി ഇതിൻ്റെ അകത്തുണ്ടാവുന്നില്ലേ?
അവിടെയാണ് സജിത്ത് നമ്മൾ നോർക്ക അടക്കമുള്ള സർക്കാർ അംഗീകൃത ഏജൻസികളുടെ ഇടപെടൽ നമുക്ക് എടുത്തു പറയേണ്ടത്. അവർ കൃത്യമായ മുന്നറിയിപ്പുകൾ, അതായത് ഈ യാതൊരു ഉറപ്പും ഇല്ലാതെ ഈ മോഹന വാഗ്ദാനങ്ങൾ മാത്രം നൽകി വിദേശത്ത് ജോലി വാങ്ങിത്തരാം, ലക്ഷങ്ങളുടെ ശമ്പളം തരാം എന്ന് പറഞ്ഞ് വിവിധ റിക്രൂട്ടിംഗ് ഏജൻസികൾ സംസ്ഥാനത്തിനകത്തും പുറത്തുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ വാക്ക് കേട്ട് കെണിയിൽപ്പെട്ടാൽ പിന്നെ ജീവൻ തന്നെ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ നോർക്ക അടക്കം നേരത്തെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനമായി ഇവർ പെട്ടുപോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം +2 വിദ്യാഭ്യാസം മാത്രമാണ് ഈ 5 തെങ്ങിൽ നിന്ന് റഷ്യയിലെത്തിയ 3 യുവാക്കൾക്കും ഉള്ളത്. അവർക്ക് കൂടുതലായി ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടേക്ക് പോകാൻ നിർബന്ധിതരായത് അവിടുത്തെ പ്രധാനപ്പെട്ട ഈ 2 ലക്ഷം രൂപയിലധികം ഒരു മാസം ശമ്പളം ലഭിക്കും. അങ്ങനെ ഈ ജീവിതത്തിന്റെ ദുരവസ്ഥയ്ക്ക് മാറ്റം വരും. ആ കുടുംബാംഗങ്ങളെ നോക്കാൻ കഴിയും. 3 പേരും പ്രാരാബ്ധക്കാരാണ്. കുടുംബത്തിന്റെ ഉത്തരവാദിത്തം തോളിലേറ്റിയ യുവാക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 30 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഈ 3 യുവാക്കളും ഈ പെട്ടെന്ന് തന്നെ ഈ റിക്രൂട്ടിംഗ് ഏജൻസിയെ വിശ്വസിച്ച് റഷ്യയിലേക്ക് വിമാനം കയറിയത്. പക്ഷേ മോസ്കോയിൽ എത്തിയതിനു ശേഷം പിന്നീട് സംഭവിച്ചത് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ, അസാധാരണമായ കാര്യങ്ങളാണ്. എന്തായാലും ഈ ഏജൻസികൾക്കെതിരെയുള്ള മുന്നറിയിപ്പെന്ന് പറയുന്നത് കൃത്യമായി ഈ പാസ്പോർട്ട് അടക്കം അവിടെ എത്തിയതിനു ശേഷം അവർ വാങ്ങിവെക്കുന്നതിനാൽ ഇരകളാക്കപ്പെടുന്നവർക്ക് അവർക്കെതിരെ പരാതി ഉന്നയിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത കാണുന്ന എല്ലാ യുവതി യുവാക്കൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്, അംഗീകൃത ഏജൻസികളുടെ റിക്രൂട്ടിംഗ് ഇടപാടുകളിൽ മാത്രമേ ഈ പേരുകൾ രജിസ്റ്റർ ചെയ്യുകയോ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാനേ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ വലിയ ലക്ഷങ്ങൾ ശമ്പളം തരാമെന്ന് പറഞ്ഞ് ഈ യുദ്ധമേഖലയിലെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജോലി വാഗ്ദാനം ചെയ്യുന്ന സ്വകാര്യ ഏജൻസികളുടെ കയ്യിൽ പണം കൊടുക്കുകയോ അവരുമായി ഈ രേഖകൾ കൈമാറ്റം ചെയ്യുകയോ ചെയ്താൽ ഈ ടിനുവിനും വിനീതിനും പ്രിൻസിനുമുണ്ടായ ദുർസ്ഥിതിയായിരിക്കും മറ്റുള്ളവർക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെയാണ് നോർക്ക അടക്കം ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. യെസ്, അതാണ് അവിടുത്തെ സാഹചര്യം. ഡാൻ, നമ്മൾ ഈ നോർക്ക അടക്കം ഇന്നലെ ചില മുന്നറിയിപ്പുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ വ്യാപകമായൊരു ഇടപെടൽ ഉണ്ടായതായി ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഡാൻ, ഈ കുടുംബാംഗങ്ങളുമായി, ഈ 5 തെങ്ങ് സ്വദേശികളുടെ കുടുംബാംഗങ്ങളുമായി ഇപ്പോൾ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു. അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ആ കുടുംബത്തിന് കൂടുതൽ എന്തെങ്കിലും അറിവുകൾ ഇവർ ബന്ധപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും വ്യക്തത ഉണ്ടാവുന്നുണ്ടോ? കാരണം ഇന്നലെ ആ കുടുംബത്തിൻ്റെ 2 കുടുംബങ്ങളുടെയും സാഹചര്യം ഡാൻ തന്നെ പ്രേക്ഷകരിൽ എത്തിച്ചതാണ്. അതുകൊണ്ട് അവരുടെ പ്രതികരണം ആ തരത്തിൽ എന്തെങ്കിലും ലഭ്യമാവുന്നുണ്ട്?